തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ വിവിധ വചന ചിന്തകൾ നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് വിശ്വാസ ജീവിതം എന്നതിനെക്കുറിച്ച് ചെറിയ ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വിശ്വാസ ജീവിതം? നമ്മളൊരു വചനം കേൾക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നതാണ് യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഉദാഹരണത്തിന്, യേശു ആരാണ്? യേശു സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനാണ്. അവിടുന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കന്യകയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്തു. അവിടുന്ന് ഈ ഭൂമിയിൽ 33.5 വർഷക്കാലം ജീവിച്ചു. ദൈവത്തിൻ്റെ വചനം അവിടുന്ന് ഈ ലോകത്തിൽ മനുഷ്യരോട് പ്രഘോഷിച്ചു. അവിടുന്ന് ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികളൊക്കെ നൽകി. അവിടുന്ന് മരിച്ചവരെ ഉയർപ്പിച്ചു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മളിവിടെ എല്ലാം വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഒരനുഭവം, അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അവിടുന്ന് തൻ്റെ ജീവിതം കുരിശിലാണ് അവസാനിപ്പിച്ചത്. അതായത് മനുഷ്യകുലത്തിൻ്റെ വന്നുപോയ പാപം, അതിൽ നിന്ന് വീണ്ടെടുത്ത് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് കാൽവരിയിൽ കുരിശിൽ മരിച്ചു. അപ്പോൾ നമുക്ക് പലപ്പോഴും എന്താ ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്തത് എന്ന് പ്രയാസം തോന്നിയേക്കാം. അവിടത്തേക്ക് വെറുതെ അങ്ങ് രക്ഷിച്ചാൽ പോരായിരുന്നോ? ഇത്രമാത്രം ഒരു ത്യാഗം അനുഭവിക്കേണ്ട കാര്യമായിരുന്നോ? ഞാനിതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അപ്പോൾ ഈ പദ്ധതിയെല്ലാം നമ്മൾ വിശ്വസിക്കണം, ഏറ്റുപറയണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവരിയിൽ അവസാനത്തുള്ളി രക്തം വരെയും ചിന്തി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസ ജീവിതം. അപ്പം അങ്ങനെ ആ വിശ്വാസ ജീവിതത്തിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അനുഭവമാക്കുന്നു. ഞാൻ എൻ്റെ 30ാമത്തെ വയസ്സിലാണ് ഒരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ ഉയരുന്നത്. അന്ന് ഞാൻ ഒരു ആശുപത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു രോഗി വയറ്റിൽ വേദനയായിട്ട് വന്നു. ഞാൻ അയാളെ അഡ്മിറ്റ് ചെയ്തു. ഞാനൊരു അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന ഒരു രോഗമെന്നാണ് ഞാനതിന് ഒരു രോഗനിർണയം നടത്തിയത്. അപ്പോൾ ആ മനുഷ്യനെ ഞാൻ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ അതേക്കുറിച്ച് എനിക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 24 മണിക്കൂറിനകത്ത് അല്ല അദ്ദേഹം വന്നത്, ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ അങ്ങനെ 24 മണിക്കൂറിനകത്ത് വരികയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഒരു സജഷനുണ്ട്. പക്ഷെ അതിനുള്ള ചാൻസ് പോയി. ഈ മനുഷ്യന് എന്താണ് ഇതിൻ്റെ ഭാവി, എവിടെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ഇച്ചിരി വിഷമിച്ചു. അപ്പം ഞാൻ വൈകുന്നേരം റൗണ്ട്സിന് ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നപ്പോൾ അയാളെ പരിശോധിച്ചപ്പോൾ അപ്പൻഡിക്സിൻ്റെ ഭാഗത്ത് ശരിക്കുള്ള വേദനയുണ്ട്. അപ്പോൾ എനിക്കൊരു സന്ദേശം, നീ ആകുലപ്പെടേണ്ട, നീ ഈ മനുഷ്യൻ്റെ കട്ടിലിന് അരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ
ഞാൻ ഇവനെ സൗഖ്യമാക്കാം എന്നൊരു സന്ദേശം എനിക്ക് ലഭിക്കുക. ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, ഒരു രോഗിയുടെ കട്ടിലിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യരെന്നാ വിചാരിക്കും എന്നൊക്കെയുള്ള ആശങ്ക എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നു. എന്നിരുന്നാലും ഞാൻ അതൊന്നും കൂസാതെ ആ കട്ടിലിൻ്റെ സൈഡിൽ മുട്ടുകുത്തി ഈ വേദനയുള്ള ഭാഗത്ത് കരം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ ആ മനുഷ്യന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചിരിക്കും. വലിയൊരു അത്ഭുതകരമായൊരു സൗഖ്യമാണ്. അപ്പോൾ ഇത് ഒരനുഭവമല്ല, ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഇങ്ങനെ വിശ്വാസത്താൽ ഉള്ള സൗഖ്യം, അത്ഭുത സൗഖ്യം. അപ്പം എൻ്റെ കർത്താവ് മതിയായവൻ, എന്തിനും അവിടുന്ന് മതിയായവനാണ് എന്നുള്ളതായിരിക്കുന്ന ആ വിശ്വാസം. അങ്ങനെ ഈ വിശ്വാസം നമ്മളിൽ ആഴമാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ സന്തോഷപ്രദമായി മാറുകയാണ്. അതാണ് വിശ്വാസ ജീവിത പടകിൽ ഞാൻ, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ, വിശ്വാസ നായകനേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. പ്രിയപ്പെട്ടവർ, ഇതുപോലെ യേശുള്ള വിശ്വാസത്തിൽ നമുക്ക് വളരുവാനും നിലനിൽക്കുവാനും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.